ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നിങ്ങളേവരും കാത്തിരിക്കുന്ന നയനയുടെയും ആദർശിൻ്റെയും ഇന്നത്തെ വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് തന്നെ നമുക്ക് ഇന്നത്തെ വിശേഷത്തിലേക്ക് കിടക്കാം. അതിനു മുമ്പായിട്ട് ആരെങ്കിലും നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഇതുവരെ സബ്സ്ക്രൈബ് ഒന്നും ചെയ്തു വെച്ചിട്ടില്ല എങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂ കേട്ടോ. അതിനോടൊപ്പം മാക്സിമം എല്ലാവരും നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒരു ലൈക്ക് അടിച്ചിട്ടേ പോകാവുള്ളൂ. അപ്പം നമുക്ക് നേരെ ഇന്നത്തെ വിശേഷത്തിലേക്ക് തന്നെ കിടക്കാം. തുടങ്ങുമ്പോൾ തന്നെ കാണിക്കുന്നത് നമ്മുടെ അനി നന്ദാവനത്തിലേക്ക് വന്നു. അവിടെ ദേവയാനിയുടെ കാറ് കണ്ട ചെറിയ സംശയം നമ്മുടെ അനിക്ക് തോന്നിയിട്ടാണെങ്കിൽ പിന്നെ കയറിയേക്കാൻ നന്ദുവിനെയും കാണാം. എന്തിനാണ് വല്യമ്മ ഇവിടെ വന്നതെന്നും അറിയാം. അങ്ങനെ കയറി ചെന്ന ഉടനെ തന്നെ നമ്മുടെ കനക ചോദിക്കുന്നുണ്ട്, എന്താ അനി നീ ഇപ്പൊ ഇങ്ങോട്ടേക്ക് വന്നത്? അത് പിന്നെ എന്ത് ചോദ്യാ ചോദിക്കുന്നത്? ഞാനിപ്പോ ഇങ്ങോട്ടേക്ക് വന്നത് വേറൊന്നും കൊണ്ടുമല്ല, ഞാന് നന്ദുവിനെ കാണാൻ വന്നതാ. നന്ദു പോവുകയാണല്ലോ, അപ്പൊ പോകുന്നതിന് മുമ്പ് ഒന്ന് കാണാന്ന് കരുതി. അപ്പോഴത്തേക്കാണ് അകത്ത് നിന്ന് നന്ദുവിനെയും കെട്ടിപ്പിടിച്ചുകൊണ്ട് നമ്മുടെ ദേവയാനി ഇറങ്ങി വരുന്ന ആ കാഴ്ച കണ്ട് ഞെട്ടിപ്പോവാണ്. പെട്ടെന്ന് ഞെട്ടിപ്പോയി, പെട്ടെന്ന് ദേവയാനി ഞെട്ടിപ്പോയി. ദേവയാനി പെട്ടെന്ന് നന്ദുവിന്റെ തോളത്ത് അങ്ങ് കൈയെടുത്തിട്ട്, നീ എന്താടാ ഇവിടെ? നിന്നോടാരും ഇപ്പൊ ഇങ്ങോട്ടേക്ക് വരാൻ പറഞ്ഞത്? അല്ല, ഞാൻ എന്താ ഇവിടെ എന്ന് ചോദിച്ചാല് അതിന് ഞാൻ ആൻസർ പറയാം. അല്ല, വല്യമ്മ എന്താ ഇവിടെ? വല്യമ്മ ഇങ്ങോട്ടേക്ക് വരാൻ കാരണം എന്താ? എന്തു പറ്റി വല്യമ്മ ഒളിച്ചും പാത്തും ഒക്കെ ഇങ്ങോട്ടേക്ക് വരുന്നത്? ഞാൻ ഒളിച്ചും പാത്തും ഒന്നും അല്ല ഇങ്ങോട്ടേക്ക് വരുന്നത്, നീ കാരണമാ ഞാൻ ഇങ്ങോട്ടേക്ക് വന്നത്. ഞാൻ കാരണോ? എന്തിന്? അല്ല, നീ ഏതു നേരം ഇവളുടെ പുറകെ ആണല്ലോ. ഇവള് അങ്ങ് ക്യാമ്പിലേക്ക് അങ്ങാണ്ട് പോവാ. അതിനു മുമ്പ് ഇവളെ ഒന്ന് പറഞ്ഞ് ഉപദേശിച്ച് നേരെ ആക്കണം, നിന്നെ ഒരിക്കലും കാണരുത് എന്നൊക്കെ പറഞ്ഞ്. അതുകൊണ്ട് ഇവള് ഉപദേശിക്കാനാ ഞാൻ ഇങ്ങോട്ട് വന്നത്. ഓ ഓ അതാണോ വല്യമ്മ ഇങ്ങോട്ട് വന്നത്? അതെ, അതുകൊണ്ട് തന്നെ ഞാൻ ഇങ്ങോട്ട് വന്നത്. നിന്നെ ഉപദേശിച്ച് ഞാൻ മട്ടത്തു. ഇനി അതിന് കാര്യമില്ലെന്ന് എനിക്ക് മനസ്സിലായി. എങ്കിൽ പിന്നെ ഇവളെ കണ്ട് രണ്ട് ഉപദേശം കൊടുക്കാന്ന് കരുതി. അത് മാത്രമല്ല, ദേ ഈ നിൽക്കുന്ന എൻ്റെ മരുമകളുണ്ടല്ലോ, എൻ്റെ മകൻ ഒരുപാട് സ്നേഹിച്ചു കൊണ്ട് നടക്കുന്ന മരുമകള്, അവള് അവിടെ നിന്ന് പോന്നിട്ട് ഒരുത്തൻ അവിടെ സമാധാനവും ഉറക്കവും ഇല്ലല്ലോ. അതുകൊണ്ട് ഇവളോട് ഒത്തിരി നാൾ ഇവിടെ നിൽക്കരുത്, അങ്ങോട്ടേക്ക് വരണം എന്നും കൂടെ പറയാൻ വേണ്ടിയാ ഞാൻ ഇങ്ങോട്ടേക്ക് വന്നതെന്ന് പറഞ്ഞു. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ അനി അങ്ങ് വിശ്വസിച്ചു കേട്ടോ. അപ്പൊ അനി, ആണല്ലേ, ഏതായാലും ഞാൻ വന്നത് വേറൊന്നും അല്ല, നന്ദു പോവാണല്ലോ, അപ്പൊ പിന്നെ നന്ദുവിനെ ലാസ്റ്റ് ആയിട്ടൊന്ന് കാണാന്ന് കരുതി. കണ്ടല്ലോ, എങ്കിലേ മോനൊരു കാര്യം ചെയ്യ്, വിട്ടു പൊക്കോളാൻ പറഞ്ഞു. അപ്പോഴത്തേക്കും അത് പിന്നെ ഞാൻ ഇപ്പം ഇപ്പം പോകുന്നേ, ഇപ്പൊ തന്നെ പൊക്കോ. മുത്തശ്ശിയും അറിഞ്ഞാൽ നിനക്ക് അറിയാലോ, ഇതിനൊരിക്കലും മുത്തശ്ശിയും കൂട്ടു നിൽക്കില്ല. ഒരു പെണ്ണിന്റെ ജീവിതം തകർത്തിട്ട് നീ എന്താ കാണിക്കുന്നത്? ഇവൾമാരോടൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ മനസ്സിലാവില്ല. ഇവൾമാരൊക്കെ ഏതാണ്ടെന്നാ ഇവൾമാരുടെ വിചാരം. ഏതായാലും ഇവൾമാരെ ഒന്ന് ഒതുക്കാൻ വേണ്ടിയാണ് ഞാൻ ഇങ്ങോട്ടേക്ക് വന്നത്. അപ്പൊ നീയും കെട്ടി ഒരുങ്ങി പുറകോട്ടേക്ക് പോരുന്നോ? എന്റെ പുറകിലേക്ക് എന്നെ നോക്കി പോരുന്നോ? മര്യാദയ്ക്ക് വിട്ടു പൊക്കോടെ നീ. ഇനി ഇവിടെ ഒരു നിമിഷം പോലും നിൽക്കരുതെന്ന് പറഞ്ഞിട്ട് നമ്മുടെ അനിയെ അവിടെ നിന്ന് ഓടിച്ചു വിടുകയാണ് കേട്ടോ. ഏതായാലും എനിക്ക് ചെറിയ സംശയമൊക്കെ ഉണ്ട്. അനി ഒരു പോയ സമയത്താണെങ്കിൽ നമ്മുടെ ദേവയാനി, അയ്യോ എനിക്ക് പേടിയാവുക, ഇതിപ്പം സത്യങ്ങളൊക്കെ അറിഞ്ഞിട്ടുള്ള വരവാണോ? അവൻ എന്തിനാ ഇങ്ങോട്ടേക്ക് വന്നത്? നന്ദുവിനെ കാണാൻ വേണ്ടി തന്നെയാണോ, അതോ ഞാനിവിടെ വന്നത് എന്തിനാണെന്ന് അറിയാനാണോ? ആ എന്താണെങ്കിലും ഈ കളി ഉടനെ പിടിക്കുന്ന എനിക്ക് തോന്നുന്നത്. എൻ്റെ പൊന്നു ദേവയാനി, ഇത് ഇവിടം കൊണ്ട് അവസാനിപ്പിക്കുക. സത്യങ്ങളൊക്കെ എല്ലാവരോടും തുറന്ന് പറയുക. എത്ര നാളാണ് ഈ കളിയും കൊണ്ട് മുന്നോട്ടേക്ക് പോകാൻ സാധിക്കുന്നത്? അത് ശരിയാ, എങ്കിലും അനിയുടെ ഒരു ധൈര്യമേ അവൻ ഇങ്ങോട്ടേക്ക് വരാൻ തോന്നിയില്ലേ? മോളെ നന്ദു, സൂക്ഷിച്ചോ, നീ സൂക്ഷിച്ചോണം. നീയാണ് സൂക്ഷിക്കേണ്ടത്. കാരണം അവന് അതും ഇതും ഒന്നും നോക്കുന്നില്ല. അവനിപ്പം ഭ്രാന്ത് പിടിച്ചവനെ പോലെ നടക്കുക. പക്ഷെ മോൾ അങ്ങനെയല്ല, മോള് പോലീസ് ക്യാമ്പിൽ പോകാനുള്ളതാ. അവിടെ ചെന്ന് മോള് ക്യാമ്പിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിക്കണം. അതുകൊണ്ട് ഫോൺ വിളിച്ചാൽ എടുക്കുകയോ അതുപോലെ കാണാൻ വന്നാൽ കാണുകയോ ഒന്നും ചെയ്യരുത് എന്ന് പറഞ്ഞപ്പം, ഹേയ് ഇല്ല അമ്മേ, ഞാൻ അങ്ങനെയൊന്നും ചെയ്യില്ല. പറച്ചില് മാത്രം പോരാ, പ്രവൃത്തിയിലും വേണം എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു കേട്ടോ. അപ്പൊ ഈ സമയത്താണെങ്കിൽ നമ്മുടെ അനി കൂട്ടുകാരന്മാരോട് ചെന്ന് കാര്യം പറയാ. ഞാൻ അവിടെ ചെന്നപ്പോൾ വല്യമ്മേനെ കണ്ടെന്ന്. കൂട്ടുകാരന്മാരും ഞെട്ടിപ്പോയിട്ടോ. വല്യമ്മയോ? നിന്റെ വല്യമ്മയും അവരൊക്കെ ആയിട്ട് ശത്രുതയല്ലേ? അത് ശരിയാ, നിങ്ങൾ പറയുന്ന പോലെ എനിക്കും ചെറിയ സംശയമൊക്കെ ഉണ്ട്. എന്തിനായിരിക്കും വല്യമ്മ അങ്ങോട്ടേക്ക് പോയത്? അതൊക്കെ അവിടെ നിൽക്കട്ടെ. നന്ദു പോകാൻ റെഡിയായിട്ട് നിൽക്കാടാ. എങ്ങനെയെങ്കിലും എനിക്ക് നന്ദുവിനെ കാണണം, സംസാരിക്കണം, പ്ലീസ്. എങ്ങനെയെങ്കിലും നിങ്ങളൊരു കാര്യം ചെയ്യുക, നിങ്ങൾ അവളെ റെയിൽവേ സ്റ്റേഷനിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടി അങ്ങോട്ടേക്ക് ചെല്ല്. നിങ്ങളുടെ കൂടെ അവൾ വരും. എങ്കിൽ പിന്നെ അതിനു മുമ്പ് എനിക്ക് അവളെ കാണാമല്ലോ, സംസാരിക്കാമല്ലോ. ഒരു ഒരു നോക്ക് കാണുകയോ സംസാരിക്കുകയോ ചെയ്യാതെ എനിക്ക് സമാധാനം കിട്ടില്ല. അവൾ ഇവിടുന്ന് പോയി കഴിഞ്ഞാൽ ഞാൻ വട്ടനെ പോലെ ആയി പോവും. ഒന്ന് പ്ലീസ് എന്നൊക്കെ പറഞ്ഞ് അവന്മാരെ പറഞ്ഞ് അങ്ങോട്ടേക്ക് വിടുകയാണ് നന്ദാവനത്തിലേക്ക്. ഈ സമയത്താണെങ്കിൽ നമ്മുടെ നന്ദുവിനെ ഉപദേശിക്കുകയാണ്. അപ്പൊ ഇതിനിടയിൽ നയന പറയുന്നുണ്ട്, വേണ്ട സാരമില്ലമ്മേ, പോട്ടെ, ഇനിയിപ്പോ ഉപദേശിക്കൊന്നും വേണ്ട, അവള് പോകാൻ തുടങ്ങല്ലേ എന്ന് പറയാണ്. അപ്പൊ ഈ കൂട്ടുകാരന്മാര് വന്നു. നന്ദു ഇറങ്ങാൻ സമയമായോ എന്ന് ചോദിച്ചു. അപ്പോഴത്തേക്കും നമ്മുടെ കനക ചോദിച്ചു, അല്ല നിങ്ങൾ എന്തിനാ ഇപ്പൊ ഇങ്ങോട്ടേക്ക് വന്നത്? അല്ല, ഇവളെ കൂട്ടിക്കൊണ്ട് പോകാന്.
ഇവളെ കൂട്ടിക്കൊണ്ട് പോകാനോ? ഇവളെ ഞങ്ങൾ റെയിൽവേ സ്റ്റേഷനിൽ കൊണ്ടുവിടുമല്ലോ. അപ്പോഴാണ് നന്ദു പറഞ്ഞത്, വേണ്ടമ്മേ വേണ്ട, റെയിൽവേ സ്റ്റേഷനിൽ നിങ്ങൾ വന്നാൽ ശരിയാവില്ല. ഇപ്പൊ തന്നെ ഇവിടെ കാറിച്ചയും കൂവിച്ചയും ബഹളവും ഒക്കെയാണ്. ഇനി റെയിൽവേ സ്റ്റേഷനിലും കൂടെ വന്നാൽ ഇതിനപ്പുറം ആകാനോ? വേണ്ട, ഞാൻ പോകുന്നത് കണ്ടാൽ അത് അമ്മയ്ക്കും ചേച്ചിമാർക്കും താങ്ങാൻ കഴിയില്ല, പ്രത്യേകിച്ച് അച്ഛനും. ഞാൻ പോയിട്ട് വരാം അച്ഛ, പോയിട്ട് വരാം അമ്മേ, പോയിട്ട് വരാം നൈനേച്ചി, നവ്യേച്ചി എന്നൊക്കെ പറഞ്ഞ് അവരുടെയൊക്കെ അനുഗ്രഹമൊക്കെ മേടിക്കുകയാണ്. കനക പൊട്ടിക്കരയ. എൻ്റെ ആൺകരുത്തായിരുന്നു എൻ്റെ കുടുംബത്തിലുണ്ടായിരുന്ന ആകെ ഉള്ള ഒരു ആൺതരിയായിരുന്നു നീ. നീ പോവുകയാണോ മോളെ? നിന്നെ കാണാതെ എനിക്ക് പറ്റില്ല മോളെ എന്നൊക്കെ പറഞ്ഞപ്പം നമ്മുടെ ദേവയാനി പറയുന്നുണ്ട്, ഓഹോ പോകുമ്പോഴാണോ ഇങ്ങനെ കരയുന്നത്? കനകെ കരയാതിരിക്കുക. ദേവയാനിക്ക് അറിയില്ല ഈ വീട്ടിലെ സെക്യൂരിറ്റി ആരാന്ന് ചോദിച്ചാലേ അത് നന്ദുമോളാണെന്ന് ഞാൻ പറയുകയുള്ളൂ. കാരണം ഞങ്ങളുടെ വീട്ടിന്റെ കാവല് തന്നെയായിരുന്നു നന്ദുമോള്. ഇനി ഏതായാലും പറഞ്ഞിട്ട് കാര്യമില്ല. എനിക്കറിയാം ഇത് വിഷമിക്കേണ്ട സമയമല്ലെന്ന്. എങ്കിലും വിഷമം വന്നു പോവും അറിയാതെ. മോള് പോയിട്ട് വാ എന്ന് പറഞ്ഞ് ആ കൂട്ടുകാരുടെ കൂടെ വിടുകയാണ് കേട്ടോ. ഏതായാലും നമ്മുടെ നന്ദു പോയി കഴിയുമ്പോൾ കനക പറയുന്നുണ്ട്, അവന്മാരുടെ കൂടെ വിടാൻ എനിക്ക് ഒട്ടും ഇഷ്ടമല്ലായിരുന്നു. പക്ഷേ ഇനി നമ്മൾ കൊണ്ടുവിടാൻ നിന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിലും വലിയ സീനാകും. അതുകൊണ്ടാണ് പിന്നെ ഞാൻ അങ്ങ് സമ്മതിച്ചത് എന്നൊക്കെ ഇങ്ങനെ പറയാണ് കേട്ടോ. ഏതായാലും ഈ സമയത്ത് നമ്മുടെ നന്ദുവും കൂട്ടുകാരും കൂടി ചെല്ലുകയാണ്. അനിയാണെങ്കിൽ നന്ദൂരം കണ്ടതും വല്ലാത്ത സന്തോഷത്തോടു കൂടി ഓടി വരികയാണ് കേട്ടോ. കാരണം ഒന്ന് നന്ദുവിനെ കണ്ടാൽ മാത്രം മതി അനിക്ക്. ആ ഒരു ഇതിലാണല്ലോ നമ്മുടെ അനി ഇപ്പോൾ ഉള്ളത്. ആ ഒരു സ്ട്രീറ്റ് ലെവലിലെ ഒരു പ്രേമമായിട്ട് പോവുകയാണല്ലോ അനി. അപ്പൊ നന്ദുവിനെ കണ്ടത് ഓടി ചെന്നിട്ട്, നിന്നെ ഇനി കാണാൻ പറ്റില്ലെന്ന് ഞാൻ കരുതിയത് നന്ദു എന്നും പറഞ്ഞ് അടുത്തേക്ക് ചെന്നു. ഈ സമയത്ത് അനി ചോദിച്ചു കേട്ടോ, അല്ല വല്യമ്മ എന്തിനാ നന്ദു അങ്ങോട്ടേക്ക് വന്നത്? അത് പിന്നെ ഞാന് അങ്ങോട്ടേക്ക് പോവല്ലേ, അപ്പം എന്നെ ഉപദേശിക്കാൻ വേണ്ടി വന്നതാ. ഇനി നിന്നെ കാണരുതെന്നും സംസാരിക്കരുതെന്നും നീ ഫോൺ വിളിച്ചാൽ എടുക്കരുതെന്നും ഒക്കെ. അപ്പം നീ അവര് പറയുന്ന പോലെ എന്നെ ഇനി കാണില്ല, സംസാരിക്കില്ല, ഫോൺ വിളിച്ചാൽ എടുക്കില്ല എന്നിങ്ങനെ പറയാണ്. അപ്പോഴത്തേക്കും കൂട്ടുകാരന്മാര് പറഞ്ഞു, എന്തിനാടെ വെറുതെ അവിടെ വിഷമിപ്പിക്കുന്നത്? അവള് പോവല്ലേ, അവളെ വിഷമിപ്പിക്കാതെ. അല്ല, ഞാൻ വിഷമിപ്പിക്കാൻ വേണ്ടി പറഞ്ഞതല്ല. പിന്നെ ഇവക്ക് എന്താ വിഷമം? ഇവള് അവിടെ കിടന്ന് കുത്തി പറയാൻ വേണ്ടിയല്ലേ പോകുന്നത്. ട്രെയിനിങ് ആയതുകൊണ്ട് നല്ല എക്സസൈസ് ആയിരിക്കും. ഞാൻ ഇവിടെ കിടന്ന് പുകയാൻ പോകുന്നത്, വീർപ്പ് മുട്ടാൻ പോകുന്നത്. നീ എന്തിനാ നീ പുകയുന്നത്? നിനക്ക് നല്ലൊരു ജീവിതമില്ലേ? എല്ലാം നിനക്കറിയാം. എന്നിട്ട് വീണ്ടും എന്തിനാ നീ ഈ രീതിയിൽ സംസാരിക്കുന്നത്? നീ എന്താ എന്നെ അവോയ്ഡ് ചെയ്യാൻ ശ്രമിക്കുന്നത്? ദേ, എനിക്ക് പോണം, ഞാൻ പോകുക. ദേ, നീ ഇപ്പൊ പോകുന്നില്ല, നിന്നെ ഇപ്പൊ ഞാൻ വിടാനും പോകുന്നില്ല. നിന്റെ ട്രെയിന് മുക്കാൽ മണിക്കൂർ ലേറ്റാ. നമ്മളിപ്പോൾ റെയിൽവേ സ്റ്റേഷനിൽ എത്തിയാലും ഒരു 1.25 മണിക്കൂർ നമ്മൾ അവിടെ വെയിറ്റ് ചെയ്യേണ്ടി വരും. അതുകൊണ്ട് റെയിൽവേ സ്റ്റേഷന് അടുത്തുള്ള ഏതെങ്കിലും റെസ്റ്റോറൻറ്റിൽ നിന്ന് ഫുഡൊക്കെ കഴിച്ചിട്ട് നമുക്ക് പതുക്കെ പിരിഞ്ഞാൽ മതി. ഇത് കേട്ടപ്പോഴത്തേക്കും നമ്മുടെ അനിക്ക് പേടിയായിട്ടോ. അല്ല, അനിയല്ല, നന്ദുവിന് പേടിയായിട്ടോ. നന്ദു പറഞ്ഞു, വേണ്ട അനി, അതിന്റെ കാര്യമില്ല എന്ന് പറഞ്ഞപ്പം, ദേ നീ എന്ത് പറഞ്ഞാലും ഞാൻ നിന്നെ ഇപ്പം വിടത്തില്ല. അനി, നമ്മളെയൊക്കെ സ്നേഹിക്കുന്നവരെ വേദനിപ്പിക്കാൻ എനിക്ക് പറ്റില്ല. ഇപ്പം നിന്നെ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നത് അങ്ങനെയാണെങ്കിൽ ഞാനാ. എന്നെ വേദനിപ്പിക്കുന്നത് കൊണ്ട് നിനക്കിപ്പോ ഒരു കുഴപ്പമില്ലെന്നല്ലേ പറയുന്നത്? എനിക്ക് മനസ്സിലായി. അപ്പോഴത്തേക്കും കൂട്ടുകാരന്മാർ പറഞ്ഞു, ദേ ഇവന്റെ സ്വഭാവം അറിയാലോ, വെറുതെ ചൊടിപ്പിക്കാതെ നീ ചെന്ന് വണ്ടി കയറാൻ നോക്ക്. ഇനി എന്താ സംസാരിക്കാൻ ഉള്ളതെന്ന് വെച്ചാൽ നിങ്ങൾ രണ്ടുപേരും ഫുഡ് കഴിക്കുമ്പോൾ സംസാരിക്കുക, അല്ലാതെ ഇവിടെ നിന്ന് സംസാരിച്ചാൽ ശരിയാവില്ല. അവൻ പറയുന്നത് പോലെ ഇഷ്ടം പോലെ സമയമുണ്ടല്ലോ നന്ദു, നീ വണ്ടി കയറ് എന്നിങ്ങനെ പറയുകയാണ്. അങ്ങനെ അവന്മാര് കൊണ്ടുവന്ന കാറിന്റെ അകത്തേക്ക് നമ്മുടെ അനിയും നന്ദുവും കയറുകയാണ് കേട്ടോ. ഏതായാലും ഈ പോക്ക് എങ്ങോട്ടാണെന്ന് നമ്മുടെ നന്ദുവിന് ഒരു നിശ്ചയവും ഇല്ല, അനിക്ക് അത്രയും കൂടി നിശ്ചയമില്ല. അനി കാണിക്കുന്നത് ശരിയാണെന്ന് നമുക്ക് പറയാനും പറ്റില്ല. ഓൾറെഡി ഒരു ഭാര്യ ഉള്ളപ്പം എന്തിനാണ് നമ്മുടെ നന്ദുവിന്റെ പുറകെ നടക്കുന്നതിന് കാര്യമില്ലല്ലോ എന്ന് നമ്മളും ചിന്തിക്കത്തുള്ളൂ കേട്ടോ. ഏതായാലും അവര് റെസ്റ്റോറൻറ്റിലേക്ക് പോവാണ്. പിന്നെ റെസ്റ്റോറന്റ് തന്നെയാണ് കാണിക്കുന്നത്. അങ്ങനെ റെസ്റ്റോറന്റിൽ പോയി അവരിങ്ങനെ ജ്യൂസ് ഒക്കെ കുടിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പം നന്ദുവിനെ തന്നെ ഇങ്ങനെ അനി ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുക. എന്നിട്ട് നന്ദു പറഞ്ഞു, നിനക്കറിയാലോ, ദേ എൻ്റെ വല്യമ്മേനെ ഞാൻ ഏറ്റവും കൂടുതൽ പേടിക്കുന്നത്. എന്നിട്ട് ആ വല്യമ്മയുടെ മുഖം പോലും ഓർക്കാതെയാ ഞാൻ നിന്റെ മുമ്പിലേക്ക് വന്നത്. അപ്പൊ എനിക്ക് പ്രത്യേക ഒരു ധൈര്യം കിട്ടി. അത് നീ പറഞ്ഞല്ലോ അനി. അല്ല, ഒന്നുകൂടെ പറഞ്ഞ എന്തെങ്കിലും കുഴപ്പമുണ്ടോ? കുഴപ്പമുണ്ടോ? ഇല്ലല്ലോ. അല്ല, നിനക്കിപ്പോ എന്താ അനി വേണ്ടത്? നീ ഒന്ന് പറ. അത് പിന്നെ നീ പോയി കഴിഞ്ഞാൽ എന്നെ ഒന്നും വിളിക്കുവോ? അല്ല, നീ നിന്റെ വല്യമ്മയുടെ കാര്യം പറഞ്ഞല്ലോ. നിന്റെ വല്യമ്മ അവസാന നിമിഷം വരെ എന്നെ ഉപദേശിക്കുകയായിരുന്നു, നിന്നെ വിളിക്കരുതെന്നും കാണരുതെന്നും ഒക്കെ എന്നോട് പറഞ്ഞിരിക്കുന്നത്. അതെല്ലാം മറികടന്ന് ഞാൻ നിന്നെ വിളിക്കണോ? പിന്നെ വല്യമ്മ മാത്രമല്ല, എല്ലാവരും അങ്ങനെയുള്ള ഉപദേശങ്ങൾ തന്നെയാണ് എനിക്ക് തന്നിരിക്കുന്നത്. സത്യം പറഞ്ഞാൽ അത് കേട്ട് ഞാൻ മടുത്തു. എൻ്റെ തലയിൽ പെരുത്തിരിക്കുക. ഇന്നലെ ചേച്ചിക്ക് എന്തോ ടെൻഷൻ ഉണ്ടായിട്ട് എഴുന്നേറ്റ് പോയ സമയത്താ നിന്റെ മെസ്സേജ് വന്നത്. അല്ലെങ്കിൽ പിന്നെ ചേച്ചി അത് കണ്ടേനെ. ആര് കണ്ടാലും എനിക്കൊരു കുഴപ്പമില്ല. ഞാൻ അയക്കുന്ന മെസ്സേജ് നിനക്കാ. ആ ചേച്ചി എല്ലാം കൂടി ചേർന്ന വേണ്ടാത്തൊരു ബന്ധം എൻ്റെ തലയിൽ കെട്ടിവെച്ചത്. ഞാൻ എങ്ങനെയാ ജീവിക്കുന്നതെന്ന് ആർക്കും അറിയണ്ടല്ലോ.
ആ മെസ്സേജ് അങ്ങനെയാണെങ്കിലേ രാവിലെ ചേച്ചി കണ്ടു, ഞാൻ ബാത്റൂമിൽ പോയ സമയത്ത്. ഓ, കണ്ടോ? എങ്കിൽ പിന്നെ കാര്യങ്ങൾ നിന്റെ ചേച്ചിക്ക് കൂടുതൽ വ്യക്തമായി കാണുമല്ലോ. ശോ, ഹനി, നിന്റെ കുടുംബത്തിൽ ഒരു താളം തെറ്റലുണ്ടാകാൻ അത് നീ കാരണമാകരുത്. പ്രശ്നം ഉണ്ടാക്കാൻ എനിക്ക് താല്പര്യമില്ല. ദേ, എനിക്കൊരു തകർച്ച ഉണ്ടായാലും അത് എന്റെ കുടുംബത്തെ ബാധിക്കും. ആദർശേട്ടൻ സ്വന്തം ജീവിതത്തെക്കാളും എന്റെ ജീവിതം നന്നായി കാണാൻ ആഗ്രഹിക്കുന്ന ആളാണെന്ന് നിനക്കറിയാലോ. അതുപോലെ വല്യമ്മയുടെയും വല്യച്ഛന്റെയും മുത്തച്ഛന്റെയും മുത്തശ്ശിയുടെയും ഒക്കെ കാര്യം. അപ്പൊ പിന്നെ ഞാൻ നിരാശ ബാധിച്ച് മദ്യത്തിനൊക്കെ അടിമയായാലുണ്ടല്ലോ, എന്റെ കുടുംബത്തിന്റെ താളം തെറ്റും. അവരെല്ലാവരും അവരെല്ലാവരും എന്നെ ഓർത്ത് സങ്കടപ്പെടും. അതറിയാമെങ്കിൽ പിന്നെ നിനക്ക് മര്യാദയ്ക്ക് നടന്നുകൂടെ? നീ എന്തിനാ ഇതുപോലെ നടക്കുന്നത്? ദേ, ഇന്നലെ നീ ഉറങ്ങിയോ നന്ദു? നീ ഉറങ്ങിയോ? ഞാൻ തിരക്കേടില്ലാതെ ഉറങ്ങി. എന്തിനാടി കള്ളം പറയുന്നത്? നീ ഉറങ്ങിയില്ലെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. എന്നിട്ട് ഓരോ കള്ളങ്ങൾ പറഞ്ഞ് പിടിച്ചു നിൽക്കാൻ ശ്രമിക്കല്ലേ നീ? അതുമാത്രമല്ല, എന്റെ മെസ്സേജ് കണ്ടപ്പോ തന്നെ നീ മൊബൈൽ ഓഫാക്കി വെച്ചില്ലേ? ആ, ഉറങ്ങുന്നവർക്ക് മൊബൈൽ ഓഫാക്കാൻ പറ്റുമോ? അതുവഴി ഞാൻ കണ്ടുപിടിച്ചതേ നീ ഉറങ്ങിയില്ലെന്ന്. നിനക്ക് ഒട്ടും ഉറക്കമില്ലായിരുന്നു. ആ, പിന്നെ ഞാൻ നിനക്ക് കുറച്ച് ഡ്രസ്സ് മേടിച്ചു തന്നായിരുന്നല്ലോ. അത് എനിക്ക് ഇഷ്ടപ്പെട്ട ഡ്രസ്സുകളാ. അതിട്ടോണ്ട് നീ എനിക്ക് കുറച്ച് ഫോട്ടോസൊക്കെ അയച്ചു തരണം. എടാ, എന്താടാ, എങ്ങോട്ടാടാ നിന്റെ ഈ പോക്ക്? എനിക്ക് പേടിയാവുക. എന്റെ പോക്കിനെ കുറിച്ച് എനിക്ക് നല്ല ബോധ്യമുണ്ട് നന്ദു. തെറ്റായ വഴിയിൽ ഇതുവരെ ഞാൻ പോയിട്ടില്ല, ഇനി പോകത്തുമില്ല. എന്റെ ജീവിതത്തിലേക്ക് തെറ്റുകൾ മാത്രം ചെയ്യുന്ന ഒരുത്തി കടന്നു വന്നു. അതിൽ നിന്ന് എനിക്ക് മുക്തി വേണം. അതിൽ നിന്ന് എനിക്ക് സ്വതന്ത്രനാകണം. ദേ, ഭാര്യയ്ക്കൊപ്പം കഴിയുമ്പോഴാണ് നീ എന്നെ വിളിക്കുകയും മെസ്സേജ് അയക്കുകയൊക്കെ ചെയ്യുന്നത്. ഭാര്യയോ? അവൾ എന്റെ ഭാര്യ എന്ന് ആരാ പറഞ്ഞത്? ഒരു താലി കെട്ടിന്നോർത്ത് ഭാര്യ ആവില്ല. ഞാന് അവക്ക് ഭർത്താവല്ലെന്നും അവൾ എനിക്ക് ഭാര്യയല്ലെന്നും വിവാഹത്തിന്റെ അന്ന് തന്നെ ഞങ്ങൾ തിരിച്ചറിഞ്ഞതാ. പിന്നെ അസുഖക്കാരനായ മുത്തച്ഛനെ വിഷമിക്കാതിരിക്കാൻ വേണ്ടി ഭർത്താവിന്റെ വേഷം കെട്ടുന്നു മാത്രം. അല്ലാതെ ഒരിക്കലും മനസ്സറിഞ്ഞ് ഞാൻ അവളെ എന്റെ ഭാര്യയായിട്ട് അംഗീകരിച്ചിട്ടില്ല. എടാ, വിവാഹശേഷം മറ്റ് ആൺകുട്ടികൾക്കൊപ്പം അവള് കറങ്ങി നടന്നിരുന്നെങ്കിൽ നീ സഹിക്കുവോ? അപ്പം അവള് കറങ്ങി നടക്കുന്നില്ലെന്നാണോ നീ പറയുന്നത്? നന്ദു, ഞാൻ നേരിട്ട് കണ്ടിട്ടില്ല. പക്ഷെ എന്റെ ഫ്രണ്ട്സ് പലരും വിളിച്ചു പറഞ്ഞിട്ടുണ്ട്, കാണാൻ പാടില്ലാത്ത പല സാഹചര്യത്തിലും അവളെ കണ്ടിട്ടുണ്ടെന്ന്. ശേ, അതൊക്കെ വെറുതെ പറയുന്നതായിരിക്കും. നീ കണ്ടിട്ടില്ലല്ലോ. നീ നേരിട്ട് കണ്ടിട്ടുണ്ടോ? ഒരിക്കലും നേരിട്ട് കാണാത്ത കാര്യങ്ങൾ പറയരുത്. അവൾ അങ്ങനെ ഒരു പെണ്ണാണെന്ന് നന്ദു എനിക്ക് നന്നായിട്ട് അറിയാം. എടാ, ഞാനും അത്യാവശ്യം ആൺകുട്ടികൾക്കൊപ്പം കറങ്ങി നടക്കുന്നവള് തന്നെയാണ്. എടോ, ആൺകുട്ടികൾക്കൊപ്പം കറങ്ങി നടക്കുന്ന പെൺകുട്ടികൾ തെറ്റ് ചെയ്യുന്ന വിശ്വസിക്കുന്ന ഒരുത്തരല്ല ഞാന്. കൂടുതൽ അടിച്ച് പൊളിക്കാതെ തല താഴ്ത്തി നടക്കുന്ന പെൺകുട്ടികളാ ഈ തല താഴ്ത്തിയൊക്കെ നടക്കുന്നത്. അങ്ങനെയെങ്കിൽ നീ എന്തിനാ നിന്റെ ഭാര്യനെ നീ കുറ്റം പറയുന്നത്? അവൾ ആൺകുട്ടികൾക്കൊപ്പം നടന്നെന്ന് കരുതി തെറ്റ് ചെയ്യണമെന്നുണ്ടോ? അവള് അടിച്ചു പൊളിച്ചാണോ നടക്കുന്നത്? അങ്ങനെ അവള് തെറ്റ് ചെയ്യാത്ത പെൺകുട്ടിയാണെങ്കിൽ എന്നെ അടക്കി പിടിക്കാൻ അവള് ശ്രമിച്ചേനെ. സ്നേഹം കൊണ്ട് അവൾ എന്നെ വീർപ്പ് മുട്ടിപ്പിച്ചേനെ. പ്രത്യേകിച്ച് ഞാൻ നിന്നെ സ്നേഹിക്കുന്നതിന് അറിഞ്ഞതിന് ശേഷം. ഇപ്പോഴും അവക്കെന്നെ ഇഷ്ടമല്ല. അവൾ എന്നെ സ്നേഹിക്കുന്നില്ലല്ലോ. ഇപ്പോഴും അവൾ എന്നെ കുറ്റപ്പെടുത്തുകയാണ്. അനന്തപുരി തറവാട്ടിലെ മരുമകളാണെന്ന് അവൾക്ക് പറഞ്ഞു നടക്കണം. അവൾക്ക് അങ്ങനെ അറിയപ്പെടണം. അവൾക്ക് മാത്രമല്ല, അവളുടെ അച്ഛനും അമ്മയ്ക്കും ഒക്കെ അങ്ങനെയൊക്കെ തന്നെയാണ്. അതുകൊണ്ട് മാത്രമാണ് എന്നെ വിവാഹം കഴിച്ചത്. അതിനപ്പുറം അല്ലാതെ വേറൊരു അർത്ഥവും അവൾ ഈ ബന്ധം കൊണ്ട് കാണുന്നില്ല. പിന്നെ ഞാൻ എന്തിനവളെ സ്നേഹിക്കണം? എന്നെ സ്നേഹിക്കാത്തവളെ ഞാൻ സ്നേഹിക്കണോ? അനി, ട്രെയിനിന്റെ സമയമായി, നമുക്ക് പോകാം. ദേ, സമയം പൊക്കോണ്ടിരിക്കുക. ചെല്ലട്ടെ ഞാൻ അങ്ങോട്ട്. ട്രെയിൻ മിസ്സാകാതെ നിന്നെ അതിൽ കയറ്റിയാ പോരെ? അത് പിന്നെ എനിക്ക് ഓടി കയറാനൊന്നും വയ്യ. എന്നാല് ഞാൻ നിന്നെ എടുത്തു കയറ്റിക്കോളാം അതിലേക്ക്. എന്റെ പൊന്ന് അനി, എനിക്ക് ഒരു 10 മിനിറ്റ് മുമ്പെങ്കിലും അവിടെ എത്തിയേ പറ്റൂ. 15 മിനിറ്റ് മുമ്പ് എത്തും. എന്നാലും ഇനി ഒരു 10 മിനിറ്റ് കൂടി കഴിഞ്ഞിട്ട് നമുക്ക് ഇറങ്ങിയാൽ മതി. നിന്നെ പറഞ്ഞു തിരുത്താൻ പറ്റാത്തത് കൊണ്ട് എന്നെ എല്ലാവരും വിശ്വസിച്ചിരിക്കുന്നതും എന്നെ ഉപദേശിക്കുന്നതും ഒക്കെ. ക്യാമ്പിലേക്ക് പോകുന്ന തൊട്ട് മുമ്പ് പോലും ഞാൻ അവരെയൊക്കെ ചീറ്റ് ചെയ്യല്ലേ നന്ദു? സ്നേഹിക്കുന്ന ആളിന്റെ മരണവാർത്ത കേൾക്കുമ്പോഴേ പിന്നെ അപ്പൊ ഒന്നും വേണ്ടാന്നൊക്കെ പറഞ്ഞിട്ട് ചിന്തിച്ചിട്ട് ഒരു കാര്യമില്ല എന്നിങ്ങനെ പറഞ്ഞു. ഇത് കേട്ടത് നമ്മുടെ നന്ദു ഞെട്ടിപ്പോയിട്ട്. അപ്പൊ ഈ ഒരു ഭാഗമൊക്കെ കാണിച്ചിട്ടാട്ടോ ഇന്നത്തെ വിശേഷം അവസാനിക്കുന്നത്. അപ്പൊ എല്ലാവരും കാത്തിരിക്കുക, അടുത്ത വിശേഷവുമായിട്ട് കാണാം. അതുവരെ എല്ലാവർക്കും ടാറ്റാ, ബൈ ബൈ.